ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രാക്ക് കേരള പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ പറ്റിയാണ്. സ്ഥിരമായി പി എസ് സിയുടെ ചോദ്യപേപ്പറിൽ ചോദിച്ചു വരുന്ന ആർട്ടിക്കിൾസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പി എസ് സിയുടെ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിൾസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 1, ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ്. ഇന്ത്യയുടെ പ്രദേശം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ആർട്ടിക്കിൾ 1 പറയുന്നത് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ്, അതായത് ഇന്ത്യയുടെ പ്രദേശം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും ഉൾക്കൊള്ളുന്നതായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി, സമത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. നെക്സ്റ്റ് ആർട്ടിക്കിൾ 7D, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 7D. നെക്സ്റ്റ് ആർട്ടിക്കിൾ 21, പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്. ഇത് പി എസ് സി ചോദിക്കുന്നത് ആർട്ടിക്കിൾ 21 ഏത് ആർട്ടിക്കിളാണെന്നല്ല ചോദിക്കാറ്, പകരം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിക്കാറ്. അതായത് ആർട്ടിക്കിൾ റിലേറ്റഡ് ടു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ആർട്ടിക്കിൾ 21 ആണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അഥവാ NGT-യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 21 എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഫോർ ഏജ് ഗ്രൂപ്പ് 6 to 14. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഇത് 86th അമെൻമെൻറ്റ് 2002 86ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 21A. ഈ ഏജ് ഗ്രൂപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആർട്ടിക്കിൾ 45 പറയുന്നുണ്ട് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു 6 years. അപ്പോൾ ആർട്ടിക്കിൾ 45-ഉം ആർട്ടിക്കിൾ 21A-യും തമ്മിൽ തെറ്റിപ്പോകരുത്. നോക്കാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 23, പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത തൊഴിൽ നിരോധനം. നിർബന്ധിത തൊഴിൽ നിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. നെക്സ്റ്റ് ആർട്ടിക്കിൾ 24, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ, ബാലവേല നിരോധനം. ബാലവേല നിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. നെക്സ്റ്റ് ആർട്ടിക്കിൾ 29, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യത്തിൻ്റെ സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആർട്ടിക്കിൾ 30, റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആർട്ടിക്കിൾ 29-ൽ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 29, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആർട്ടിക്കിൾ 30, റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതേക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അതുപോലെ തന്നെ സുപ്രീം കോർട്ടിന് റിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആർട്ടിക്കിളും അതേക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 32 ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 32-ൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും അതുപോലെ തന്നെ സുപ്രീം കോർട്ടിന് റിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ 32-നെയാണ് ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഹാസ് ദ റൈറ്റ് ടു പ്രൊഡ്യൂസ് റിട്ട്, അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് വിശേഷിപ്പിച്ചതും ആർട്ടിക്കിൾ 32-നെയാണ്. നെക്സ്റ്റ് നോക്കാം. ആർട്ടിക്കിൾ 44, യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. ഇന്ത്യയിൽ ഒരേ ഒരു സ്റ്റേറ്റിലാണ് ഇത് നിലവിലുള്ളത്, ഗോവയിലാണ്. ഗോവ സംസ്ഥാനത്ത് മാത്രമാണ് ഏകീകൃത സിവിൽ കോഡ് ഇപ്പോൾ നിലവിലുള്ളത്. നെക്സ്റ്റ് നോക്കാം. ആർട്ടിക്കിൾ 45, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 21-ൽ നമ്മൾ പറഞ്ഞിരുന്നു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ റൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക,
ഇവിടെ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. നെക്സ്റ്റ് ആർട്ടിക്കിൾ 47, പ്രൊഹിബിഷൻ ഓഫ് ആൽക്കഹോൾ, മദ്യനിരോധനം. മദ്യനിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. നെക്സ്റ്റ് ആർട്ടിക്കിൾ 48, പ്രൊവിഷൻ ഓഫ് കൗ സ്ലോട്ടർ, ഗോവധ നിരോധനം. ഗോവധ നിരോധനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. നെക്സ്റ്റ് ആർട്ടിക്കിൾ 48A, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു PSC ചോദിക്കാറുണ്ട്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 48A ആർട്ടിക്കിൾ റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 51, ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51. നെക്സ്റ്റ് നോക്കാം. ആർട്ടിക്കിൾ 51A, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. നമ്മുടെ മൗലിക കടമകൾ 42ാമത്തെ ഭേദഗതിയിലൂടെ 1976 1976 42ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. ഇത് ഉൾപ്പെടുന്ന പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യ അഥവാ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 42ാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്താണ്. 42ാം ഭേദഗതി 1976 പാർട്ട് 4A ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നെക്സ്റ്റ് നോക്കാം. ആർട്ടിക്കിൾ 51AG, ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് തന്നെ പല സെക്ഷനായിട്ടുണ്ട്. അതിൽ AG, ഡ്യൂട്ടി ഓഫ് സിറ്റിസൺസ് ടു പ്രൊട്ടക്ട് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമ ആണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51AG. നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 52, പ്രസിഡന്റ്, നമ്മുടെ രാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ഇവിടെ ഞങ്ങൾ ആർട്ടിക്കിൾ 63 വരെയും പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നോക്കാം. ആർട്ടിക്കിൾ 52 പ്രസിഡന്റിനെ കുറിച്ച്. ആർട്ടിക്കിൾ 53 പവേഴ്സ് ഓഫ് പ്രസിഡന്റ്, പ്രസിഡന്റിൻ്റെ പവറുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 53. നെക്സ്റ്റ് ആർട്ടിക്കിൾ 54 എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54. ആർട്ടിക്കിൾ 58 ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റ്, ഒരു പ്രസിഡന്റിന് വേണ്ട യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 58. ആർട്ടിക്കിൾ 60 ഓത്ത് ഓഫ് പ്രസിഡന്റ്, 6ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ച്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഇതുകൂടാതെ നമുക്കൊരു 25 ആർട്ടിക്കിൾസ് കൂടിയും PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.